സംഭവ സ്ഥലങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നതോ പ്രസിദ്ധീകരിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ നിരോധിച്ചതായി UAE അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സൈഫ് അൽ ഷംസി. അത്തരം മെറ്റീരിയലുകളോ തെറ്റായ വിവരങ്ങളോ പ്രചരിപ്പിക്കുന്നത് പൊതുജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ യഥാർത്ഥ സാഹചര്യത്തെക്കുറിച്ച് തെറ്റായ ധാരണ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങളില്ലാത്ത അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഏജൻസികൾ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇതിൽ ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. UAEയിൽ വീണ്ടും ഇറാൻ ആക്രമണം. അബുദാബിയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 6 പേർക്ക് പരിക്കേറ്റു. ഇറാൻ തൊടുത്തുവിട്ട 6 മിസൈലുകളും 125 ഡ്രോണുകളും ഫലപ്രദമായി തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അവശിഷ്ടങ്ങൾ പതിച്ച് ഇതുവരെ 94 താമസക്കാർക്കാണ് പരിക്കേറ്റത്. എയർലൈൻ അറിയിപ്പുകൾ. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ദുബായ് കോഴിക്കോട് റൂട്ടിലെ സർവീസ് പുനരാരംഭിച്ചത്. ഇപ്പോൾ www.airindiaexpress.com ബുക്കിംഗ് ലഭ്യമാണ്. മസ്കറ്റിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാരെ സഹായിക്കുന്നതിനായി ദുബായിൽ നിന്നും റാസൽ ഖൈമയിൽ നിന്നും ഇന്ത്യയിലെ 1-ലധികം നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അധിക വിമാനങ്ങളും സർവീസ് ആരംഭിച്ചിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ വൃത്തങ്ങൾ അറിയിച്ചു. യാത്രക്കാർ അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുകയും PNRൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണമെന്നാണ് നിർദ്ദേശം. എമിറേറ്റ്സും ഫ്ലൈ ദുബായും ഭാഗികമായി സർവീസ് പുനരാരംഭിച്ചു. സൗദി വിമാന കമ്പനിയായ ഫ്ലൈനാസ് ദുബായ് സൗദി റൂട്ടുകളും പുനരാരംഭിച്ചു. അതേസമയം എയർ അറേബ്യ തങ്ങളുടെ സർവീസുകൾ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിവരെ നിർത്തിവെച്ചതായി അറിയിച്ചിട്ടുണ്ട്. അസ്ഥിരമായ സാഹചര്യം തുടരുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലേക്കും ഇസ്താംബുളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നതിനുള്ള ഫീസ് ഇളവുകൾ ഇൻഡിഗോ മാർച്ച് 31 വരെ നീട്ടിയതായി അറിയിച്ചു. വിപണികളിൽ സ്ഥിരത, ആശങ്ക വേണ്ട. UAEയിൽ ഉടനീളം വിപണികൾ സ്ഥിരതയുള്ളതാണെന്നും അവശ്യവസ്തുക്കളുടെ വിതരണം സുരക്ഷിതമാണെന്നും സാമ്പത്തിക ടൂറിസം മന്ത്രാലയം. വിതരണ ശൃംഖലകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും ഇറക്കുമതി തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ട്. പ്രാദേശിക ആഗോള വെല്ലുവിളികളോട് ഫലപ്രദമായി പ്രതികരിക്കുന്ന തരത്തിലാണ് UAE സാമ്പത്തിക സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മാരി അറിയിച്ചു. ഈ മാസം 31 വരെ സൗജന്യ എമിറേറ്റ്സ് NBD സേവനം. UAEയിലും GCCയിലും എമിറേറ്റ്സ് NBDയുടെ പണം പിൻവലിക്കലുകളും ഡെബിറ്റ് കാർഡ് മാറ്റിസ്ഥാപിക്കലും ഡെലിവറികളും സൗജന്യമായിരിക്കുമെന്ന് ബാങ്ക് തങ്ങളുടെ ഉപയോക്താക്കൾക്ക് അയച്ച സന്ദേശത്തിൽ അറിയിച്ചു. യുദ്ധം 7ാം ദിവസം. ഇറാനിൽ മരണസംഖ്യ ഔദ്യോഗിക കണക്കനുസരിച്ച് 1230 കവിഞ്ഞു. യുദ്ധത്തിൽ ബ്രിട്ടനും ചേർന്നതോടെ കൂടുതൽ കരുത്താർജിച്ച് അമേരിക്കയും ഇസ്രയേലും. ഖത്തറിലേക്ക് 4 അധിക യൂറോഫൈറ്റർ ടൈഫൂൺ ജെറ്റുകൾ കൂടി അയക്കുന്നതായി UK പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തെക്കൻ ബൈറൂത്തിലെ ദഫിയ പ്രദേശത്ത് കൂടുതൽ ആക്രമണങ്ങൾ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇറാനിലും ലെബനോണിലും ഇസ്രായേൽ അമേരിക്കയും കടുത്ത ആക്രമണങ്ങളാണ് നടത്തുന്നത്. ബെക്ക താഴ്വരയിലെ ഡൗറിസ് ഉൾപ്പെടെയുള്ള ലെബനൻ പട്ടണങ്ങളിൽ ഇസ്രായേലി ജെറ്റുകൾ ബോംബാക്രമണം നടത്തി. തലസ്ഥാനമായ ബൈറൂത്തിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും കനത്ത ആക്രമണമാണ് നടക്കുന്നത്. അതേസമയം ഇറാനും ഇസ്രായേലിൽ കടുത്ത പ്രത്യാക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ ഇറാനിയൻ മിസൈലുകൾ പതിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈൽ ആക്രമണം ടെൽ അവീവിൽ ഉടനീളം സ്ഫോടനങ്ങളുടെ ഒരു തരംഗത്തിന് തന്നെ കാരണമായതായാണ് റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ചെയ്യുന്ന കക്ഷികളോട് സമാധാനത്തിനൊരു അവസരം നൽകണമെന്ന് ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു. സൗദിക്ക് നേരെ വീണ്ടും മിസൈൽ ആക്രമണം. ഇന്ന് പുലർച്ചെ തങ്ങളെ ലക്ഷ്യം വിട്ടു വന്ന 4 മിസൈലുകളും 5 ഡ്രോണുകളും തടഞ്ഞു നശിപ്പിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അൽഖർജ് ഗവർണറേറ്റിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചത്. തലസ്ഥാനമായ റിയാദ് നഗരത്തിൻ്റെ ഏകദേശം 80 കിലോമീറ്റർ തെക്കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രധാന വ്യാവസായിക മേഖലയാണ് അൽഖർജ്. കിഴക്കൻ റിയാദ് മേഖലയിൽ 3 ഡ്രോണുകളും തകർത്തതായി മന്ത്രാലയം അറിയിച്ചു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായി ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം. ഇതിനായി ആശുപത്രികളിൽ കൂടുതൽ കിടക്കകൾ സജ്ജമാക്കുന്നതിനും താൽക്കാലിക ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ ആരംഭിച്ചു. നിശ്ചിത സ്ഥലങ്ങളെ താൽക്കാലിക ക്ലിനിക്കുകളാക്കി മാറ്റുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബഹ്റൈന് നേരെയുള്ള നിരന്തരമായ ഇറാൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. ഖത്തറിലും ഇറാൻ ആക്രമണം. ഇന്ന് വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ദോഹയിലെ US എംബസിക്ക് സമീപം താമസിക്കുന്നവരെ താൽക്കാലികമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചു.
ദുബായ് എംപോറിയ സ്പോർട്സ് അക്കാദമിയിൽ നടക്കുന്ന D2 കേരള പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് സീസൺ 3യുടെ ഒഫീഷ്യൽ പ്ലെയർ ഓപ്ഷൻ ഏതാണ്ട് പൂർത്തിയായി. ഈ മാസം 12 മുതൽ ടൂർണമെൻറ്റ് ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സേഫ് കെയർ മുഖ്യ പ്രായോജകരായ D2 കേരള പ്രീമിയർ ക്രിക്കറ്റ് ലീഗിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ണർ ചാനൽ 5+ ആണ്.